ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുക തകുഷി ലോസ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. തകുഷി ഇദ്ദേഹം ഒരു ക്വാളിറ്റി ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എന്താണ് തകുഷീസ് അപ്രോച്ച്? അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് നോക്കാം. നമ്മൾ ഹിസ്റ്റോഗ്രാം ഒക്കെ പറയാൻ നേരത്ത് അല്ലെങ്കിൽ റൺ ചാർട്ട്, കൺട്രോൾ ചാർട്ടൊക്കെ പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് എങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ അത് ലോസസ് ആവും. ഈ കാണിച്ചിരിക്കുന്ന പോലെ ലോവർ ലിമിറ്റിന് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റിന് പുറത്താണ് എങ്കിൽ അത് ലോസസ് ആണ്, അതിനിടയ്ക്കാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്. പ്രോഡക്റ്റ് മെഷേർഡ് ഔട്ട്സൈഡ് ദ ടോളറൻസ് ആർ റിജക്റ്റഡ്. അപ്പോൾ ഈ കാണുന്ന ടോളറൻസിനിടയ്ക്കാണ് പ്രോഡക്റ്റ് വരുന്നതെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്, അതർവൈസ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഓൾ പ്രോഡക്ട്സ് meeting design specifications are actually good, and those just missing the design specifications are equally bad. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് എന്താണോ ആ ലിമിറ്റുകൾ വെച്ചിരിക്കുന്നത്, അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് വെച്ചിരിക്കുന്നത് അത് ഓക്കെ, അതിനുള്ളിൽ നിന്നാൽ മതി. പക്ഷേ എപ്പോഴും ആ ഒരു ഒപ്റ്റിമം വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ അച്ചീവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ലിമിറ്റിനുള്ളിൽ പ്രോഡക്റ്റ് നിന്നാൽ മതി, അത് അക്സെപ്റ്റ് ചെയ്യാം. ദെൻ അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ആ പ്രോഡക്റ്റ് നിർമ്മിച്ച പ്രോസസ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ആ പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിച്ചു, ആ പ്രോഡക്റ്റുകൾ ഈ ഒരു ലിമിറ്റിനുള്ളിൽ ഒരു വേരിയേഷൻ ഉണ്ടായാലും നമ്മൾ ആ വേരിയേഷനെ അക്സെപ്റ്റബിൾ ആയിട്ട് കാണും. പക്ഷേ തകുഷീസ് അപ്രോച്ച് അങ്ങനെയല്ല. തകുഷി പറയുന്നത് ആ ട്രൂ വാല്യൂ എന്താണോ അതിൽ തന്നെ മാക്സിമം നിൽക്കാൻ ശ്രമിക്കുക. ട്രൂ വാല്യൂവിൽ നിന്നുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ പോലും ലോസസ് ആണ് എന്നുള്ളതാണ് തകുഷീസ് കൺസെപ്റ്റ്. ഫാർദർ അവേ വി ആർ ഫ്രം ദ ടാർഗറ്റ് വാല്യൂ ദ ഗ്രേറ്റർ ഈസ് ദ ലോസസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദ പാർട്ട്. അപ്പോൾ ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ ടാർഗറ്റ് വാല്യൂ എന്താണോ ആ ടാർഗറ്റ് വാല്യൂവിൽ നിന്ന് നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ, മീൻസ് ചെറിയ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ തന്നെയും അവിടെ ലോസസ് ആരംഭിക്കുക. ഇതിന് ആ വേരിയേഷൻ കൂടുമ്പോൾ ലോസസ് കൂടുന്നു എന്നുള്ളതാണ് തകുഷി അപ്രോച്ച് പറയുക. മറിച്ചൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇടയ്ക്കുള്ളതെല്ലാം ഗുഡ് എന്നുള്ള കൺസെപ്റ്റ് അല്ല തകുഷി. ദെൻ അതിൻ്റെ ബേസിൽ ഡെവലപ്പ് ചെയ്തൊരു ഫംഗ്ഷനാണ് തകുഷീസ് ലോസ് ഫംഗ്ഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. ദെൻ ക്വാളിറ്റി ലോസ് occur when a product deviates from target or nominal value. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ടാർഗറ്റ് വാല്യൂവിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അവിടെ ലോസസ് ഒക്കർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ലോസസിൻ്റെ എമൗണ്ട് കൂടുന്നത് ആ വേരിയേഷൻ കണ്ടമാനം ആകുമ്പോഴാണ്. ഡീവിയേഷൻ ഗ്രോസ് ദെൻ ലോസസ് ഇൻക്രീസസ്. ദെൻ തകുഷി യു ഷേപ്ഡ് ലോസ് ഫംഗ്ഷൻ കർവ്. നമ്മൾ തകുഷീസ് കർവ് അല്ലെങ്കിൽ ആ ലോസ് ഫംഗ്ഷൻ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് തകുഷി ലോസ് ഫംഗ്ഷൻ. ദെൻ ഈ കാണുന്നതാണ് ടാർഗറ്റ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. മീൻ വാല്യൂവിൽ നിന്ന് അകലും തോറും ലോസസ് വന്നുകൊണ്ടേയിരിക്കുവാണ്. ക്വാളിറ്റി ലോസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ which captures the deviation of design parameter from the ideal or target value. അപ്പോൾ നമ്മുടെ ഡിസൈൻ പാരാമീറ്റർ അതിൻ്റെ ഡീവിയേഷൻ ഫ്രം ദ ഐഡിയൽ ഓർ ടാർഗറ്റ് വാല്യൂ, നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് വാല്യൂ, അതിൽ നിന്നുണ്ടാകുന്ന ഡീവിയേഷൻസ് എല്ലാം ലോസസാണ്. അപ്പം അത് ആ ലോസ് കൂടുന്നത് എപ്പോഴും ഡീവിയേഷൻ വളരെ കൂടുമ്പോഴായിരിക്കും. ദെൻ ഇതാണ് തകുഷീസ് ലോസ് ഫംഗ്ഷൻ, k into y minus m the whole square. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ മീൻ വാല്യൂ എന്താണോ ആ മീൻ വാല്യൂവിലേക്ക് മാക്സിമം നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ലോസസ് കുറഞ്ഞു വരുന്നു. മീൻസ് വേരിയേഷൻ കൂടും തോറും ലോസസ് കൂടി വരുന്നതാണ് ഈ ഒരു ആനിമേഷൻ കാണിക്കുന്നത്. ദെൻ അതിനൊരു എക്സാമ്പിളും കൂടെയാണ് ഈ ഒരു കൊടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ എക്സാമ്പിൾ. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു ഓറഞ്ച് വാങ്ങിക്കുന്നു. ദെൻ അത് വാങ്ങിച്ച ഡേ 1 അന്ന് ഓറഞ്ച് പച്ചയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പഴുക്കാത്തൊരു ഓറഞ്ചായിരുന്നു. അപ്പം നമ്മൾ ഈ ഡേ 1 ആ ഓറഞ്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് കയ്പ്പ് ഫീൽ ചെയ്യും.
അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുൾ സ്വീറ്റ്നെസ്സിനോടെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഡേ 1 നമ്മൾ ഓറഞ്ച് മേടിച്ചിട്ട് കഴിക്കുന്നതെങ്കിൽ അൺഹാപ്പി ആയിരിക്കും. ഇനി ഡേ 3 ഒക്കെ ആകുമ്പം കുറച്ച് പഴുത്തു, എന്നാൽ അതിൻ്റെ ഫുൾ ആ ഒരു സ്വീറ്റ്നെസ് കിട്ടുന്ന കണ്ടീഷനിലേക്ക് മാറിയില്ല. അപ്പോഴും നമ്മൾ ആവറേജ് രീതിയിലായിരിക്കും. മീൻസ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ എന്നാലും ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും നമുക്കുണ്ടാവുക. ദെൻ ഡേ 5 ആണ് അത് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഓറഞ്ച് പഴുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുവാണെങ്കിൽ മാക്സിമം ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് ഈ ഒരു ഓറഞ്ച്. ദെൻ ഡേ 7 ആകുമ്പോഴത്തേക്കും ആ പഴുപ്പ് കൂടി. അപ്പോൾ നമുക്ക് വീണ്ടും ആ പഴുപ്പ് കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അൺഹാപ്പി ആകും. ഡേ 9 ആകുമ്പോഴത്തേക്കും അത് അതിൻ്റെ മാക്സിമം രീതിയിലേക്ക് പഴുക്കുന്നു. ദെൻ നമ്മളവിടെ അൺഹാപ്പിയായി മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുവാണെങ്കിൽ ലോവർ ലിമിറ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഡേ 3 ഓറഞ്ചാണ്. അപ്പർ ലിമിറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഡേ 7 ഓറഞ്ചാണ്. ഡേ 7 ഓറഞ്ചും ഡേ 3 ഓറഞ്ചും നമുക്ക് കഴിക്കാം, പക്ഷെ കഴിക്കുമ്പോൾ മധുരമുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഡേ 5 അത്രയും സ്വീറ്റ്നെസ്, ആ ഒരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഡേ 3 ഡേ 7 ഓറഞ്ച് കഴിക്കുമ്പോൾ കിട്ടില്ല. അപ്പം അതുകൊണ്ട് മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ് ഡേ 5. അപ്പോൾ തകുഷി എന്ന് പറയുന്നത്, ആ ലോസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ടാർഗറ്റ് വാല്യൂ എന്താണോ അതിലേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മാറും തോറും ലോസ് ആരംഭിക്കുക. ഈ ഡേ 5ഉം ഡേ 7ഉം നമ്മുടെ ലിമിറ്റിനകത്താണ് എങ്കിൽ കൂടിയും ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഇത് രണ്ടും നമുക്ക് ഹാപ്പി തരും. പക്ഷെ തകുഷി പറയുന്നത് ഇത് നമുക്ക് ഹാപ്പി തരില്ല, ഇതും ഹാപ്പി തരില്ല, ഇത് മാത്രമാണ് ഹാപ്പി തരുന്നത്. ഇതിൽ നിന്ന് വേരിയേഷൻ തുടങ്ങും തോറും ലോസസ് ഉണ്ടാവുന്നു. ദെൻ ആ കാണുന്നതാണ് ഈ അപ്രോച്ച്. ആ മീൻ വാല്യൂ എന്താണോ അതിൽ നിന്ന് മാറും തോറും ലോസസ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ മീൻ വാല്യൂവിനോട് മാക്സിമം ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ വേരിയേഷൻ മാക്സിമം കുറയുന്നുവെങ്കിൽ അവിടെ ക്വാളിറ്റി കൂടുതലാണ് ആ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ മെത്തേഡിൻ്റെ എന്ന് മനസ്സിലാവും. ഇതിന് ഈ കാണുന്നതാണ് തകുഷീസ് ലോസ് ഫങ്ഷൻ. L of y is equal to k into y minus m the whole square. K is a proportionality constant. Then m is the mean value അല്ലെങ്കിൽ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ടാർഗറ്റ് വാല്യൂ. y is the characteristics. നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാരാമീറ്റർ, അതാണ് y. Then constant is the coefficient of Tagushi's loss or the ratio of functional tolerance and customer loss. Then quality characteristic indicates the actual value of the characteristics such as diameter, concentration or like that. അപ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ, ഇപ്പോൾ ഡയമീറ്റർ, ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ അങ്ങനെ, റേഡിയസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാരാമീറ്ററാണ് നമ്മുടെ ഇൻട്രസ്റ്റ്, അതിനെ ഉണ്ടാകുന്ന വേരിയേഷനാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതെങ്കിൽ ദാറ്റ് ഈസ് y. ടാർഗറ്റ് വാല്യൂ ഈസ് ദ ഐഡിയൽ വാല്യൂ ഫോർ ദിസ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 10 mm ആണ് നമ്മുടെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള y എങ്കിൽ, നമ്മൾ ഡയമീറ്റർ ആണ് നമ്മുടെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് എങ്കിൽ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 mm ആയിരിക്കും. Then the reality is that products closer to the nominal specification or target value are of better quality. നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ടാർഗറ്റ് വാല്യൂ, ട്രൂ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിലേക്ക് ആണ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചു. ഒരു 90% പ്രോഡക്റ്റ് നമുക്ക് ഈ ടാർഗറ്റ് വാല്യൂവിനടുത്താണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ പ്രോസസ്സ്, എക്യുപ്മെൻറ്റ്, മെത്തേഡ്സ് എല്ലാം ക്വാളിറ്റി കൂടിയ ഒന്നാണ് എന്നുള്ളത്. Then target value, the nominal specification or target value are of better quality and will work better, look better, last longer, have components that fit better and provides greater satisfaction. അതായത് ടാർഗറ്റ് വാല്യൂവിലേക്ക് അടുത്താണെങ്കിൽ എന്താണോ ആ ഒരു ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന പർപ്പസ് അതിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ആ ടാർഗറ്റ് വാല്യൂവിലുള്ള ഒരു പ്രോഡക്റ്റാണ് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ ഹാപ്പിയാകും. ആ പ്രോഡക്റ്റ് റിലയബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു പ്രോഡക്റ്റായി, കസ്റ്റമർ എയിം ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റായി അത് ഡെലിവർ ചെയ്യാൻ സാധിക്കും. സോ ഡിസൈനിങ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ പ്രോസസ് ടു ബി ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ദ ടാർഗറ്റ് വാല്യൂ. അപ്പോൾ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്താൻ വേണ്ടി ഡിസൈൻ ചെയ്യണം. എന്തിനെ? പ്രോഡക്റ്റിനെ
അല്ലെങ്കിൽ പ്രോസസ്സായി. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷാഫ്റ്റ് 10 ഡയമീറ്റർ ആണെങ്കിൽ ആ 10 ഡയമീറ്റർ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മാക്സിമം പ്രോഡക്റ്റുകളും 10 ഡയമീറ്റർ അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ പ്രോസസ്സിനെ മെത്തേഡ്സിനെ എല്ലാം മാറ്റണം. ആ രീതിയിൽ ആ ക്വാളിറ്റിയിലുള്ള പ്രോസസ്സാക്കി മാറ്റണം. ഇനി അതല്ല നമ്മുടെ ഒരു എയിം, കസ്റ്റമർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ ടാർഗറ്റെങ്കിൽ അത് മാക്സിമം മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്ത് ഇറക്കുക. ആ ഒരു ഒപ്റ്റിമം ക്വാളിറ്റി എന്താണോ അതിലേക്ക് ഇറക്കുക. അപ്പം അത്തരത്തിൽ മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും മാക്സിമം പ്രോഫിറ്റും നേടിയെടുക്കാം. ദെൻ ട്രഡീഷണൽ അപ്രോച്ചും തഗുഷി അപ്രോച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദർ ഈസ് ഗുഡ് ഓർ ബാഡ് പ്രോഡക്ട്സ് ഓൺലി ആസ് പെർ ലിമിറ്റ്സ്. ലിമിറ്റിനെ ബേസ് ചെയ്തായിരിക്കും ഗുഡ് ഓർ ബാഡും തീരുമാനിക്കുന്നത്. ലിമിറ്റിന് പുറത്താണെങ്കിൽ ബാഡ്, ലിമിറ്റിനകത്താണെങ്കിൽ ഗുഡ്. ബട്ട് തഗുഷി അപ്രോച്ച് അങ്ങനെയല്ല. വെൻ എ പ്രോഡക്റ്റ് മൂവ്സ് ഫ്രം ഇറ്റ്സ് ടാർഗറ്റ് വിൽ കോസ് ദ ലോസ്. ടാർഗറ്റിൽ നിന്ന് അകലും തോറും, വേരിയേഷൻ സ്റ്റാർട്ട് ചെയ്യും തോറും നമ്മൾ ലോസസിലേക്ക് കടന്നു. അവിടെ ലിമിറ്റിൻ്റെ ബേസിലായിരിക്കില്ല തഗുഷീസ് അപ്രോച്ച് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിന് ഈ കാണുന്നതെല്ലാം തഗുഷീസ് അപ്രോച്ചും ക്വാളിറ്റി അതുപോലെ ട്രഡീഷണൽ അപ്രോച്ചും തമ്മിലുള്ള ഒന്നാണ്. ദെൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗറിൽ തന്നെ നമുക്കറിയാം, ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയ്ക്കുള്ളതെല്ലാം അക്സെപ്റ്റബിൾ ആണ്. അതേ കേസ് തന്നെ നമ്മൾ തഗുഷീസ് അപ്രോച്ചിലേക്ക് കൊണ്ടുവന്നാൽ ഈ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയ്ക്കുള്ള ഇത്രയും പോർഷൻ തന്നെ ലോസസ് ആണ്. ഇതാണ് തഗുഷി ഉദ്ദേശിക്കുന്ന ലോസസ്, ടാർഗറ്റ് വാല്യൂവിൽ നിന്ന് മാറുമ്പോഴുണ്ടാകുന്ന ലോസസ്. ദെൻ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ കോട്ട് എന്ന രീതിയിൽ മാത്രം ഇട്ടിരിക്കുന്നതാണ്. യുവർ ഫ്യൂച്ചർ ഈസ് ഡിഫൈൻഡ് ബൈ വാട്ട് യു ഡു ടുഡേ. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണോ അവർ ഫ്യൂച്ചറിലേക്ക് എത്തിച്ചേരേണ്ടത്, ആഗ്രഹിക്കുന്നത്, അവരുടെ എയിം എന്താണ്, വിഷൻ എന്താണോ അത് അതിലേക്ക് എത്തണമെങ്കിൽ അവർ ഇന്ന് മുതൽ വർക്ക് ചെയ്തതാണ്. ഇന്ന് മുതലൊരു TQM അപ്രോച്ചിലേക്ക് കിടന്ന് ആ TQM അപ്രോച്ചിൽ നിന്ന് ഗ്രാജുവലി വർക്ക് ചെയ്ത് ക്വാളിറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്ത് ഫ്യൂച്ചറിൽ അവർ എയിം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രൊസീജിയർ, അതാണ് TQM. ദെൻ താങ്ക് യു. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പോർഷൻ. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ മോഡ്യൂൾ 2 കിടക്കാം. താങ്ക് യു.